ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അതപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലോറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതായിട്ടൊന്ന് ഞെരടി എടുത്തിട്ട് ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ സവാള റെഡി ആയിട്ടുണ്ട്. ഒത്തിരി മൂത്ത് പോകാതെ ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇതിന് നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സവാള. ഈ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് കാഷ്നട്ടും അതുപോലെ കിസ്മിസും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ സവാള മൂപ്പിച്ച ആ എണ്ണയ്ക്കകത്തുനിന്ന് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മളിവിടെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇവിടെ ചേർക്കണം. ഞാനിവിടെ ഒരു 10-12 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഈ സവാളയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാളയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാളയും തക്കാളിയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് മസാലയായിട്ട് മിക്സ് ആക്കി എടുക്കണം. നല്ലതായിട്ട് മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതൊരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അത് ഇതിനകത്തോട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് തമ്മിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, മുഴുവൻ കുരുമുളക്, പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങ, ഒരു മുഴുവൻ ചെറുനാരങ്ങ അത് വട്ടത്തിലരിഞ്ഞതും, അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും, ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. റൈസൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഇച്ചിരി വേവ് കൂടിപ്പോയി റൈസ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നിരപ്പാക്കി കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസ്, അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കാം. കുറച്ച് പാലില് മഞ്ഞപ്പൊടിയും അതുപോലെ ബിരിയാണി എസൻസും കൂടെ ചേർത്ത് മിക്സ് ആക്കി ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.